എന്താ അമ്മായി, സുഖാണോ? ഈ പഞ്ഞിന് ഇങ്ങോട്ട് വന്നത്? ഇവിടെ ആണുങ്ങൾ ആരുമില്ല. ഇവിടുത്തെ ആണ് അമ്മായി എന്നല്ലേ? അമ്മായിന്റെ കയ്യിലല്ലേ ഭരണം. ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല. ഇവിടെ ചില പ്രശ്നങ്ങളുണ്ടെന്ന് കേട്ടു, അതിലിടപെടാൻ വന്നതാ. നിങ്ങൾക്ക് ഞാൻ അകന്ന ബന്ധത്തിൽപ്പെട്ട ആളാണെങ്കിലും ബന്ധം മുറിച്ചു മാറ്റാൻ പറ്റുമോ? ആ, അത് ശരിയാ. ഈ കേറി വാ. ഈ ഇപ്പൊ വന്നത് ഏതായാലും നന്നായി. ഇവിടെ ഒരു മനുഷ്യനുള്ളതിനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. എൻ്റെ മോൾ അവിടുന്ന് പോന്നിട്ട് 4 മാസം കഴിഞ്ഞ് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഇനി അമ്മായി പേടിക്കണ്ട, ഇന്ന് തന്നെ തീരുമാനം വരും. സെറീനെ ഒഴിവാക്കിയ കത്ത് ഇന്ന് തന്നെ നജീബിനെ കൊണ്ട് ഞാൻ എഴുതിക്കും. ഓളെ തലാക്ക് ചൊല്ലാനുള്ള തീരുമാനം ഓൻ എന്നോ എടുത്തിട്ടുണ്ട്. അത് ചൊല്ലാതിരിക്കാനുള്ള തീരുമാനാ ഈ എടുക്കേണ്ടത്. അല്ല, തലാക്ക് ചൊല്ലും, ഞാൻ ചൊല്ലിക്കും. പിന്നെ ഇവളെ കാര്യം എന്താക്കുന്നല്ലേ, അവളെ ഞാൻ കെട്ടും. പക്ഷേ അതിനു മുമ്പ് അവളെ മകളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടണം. എനിക്ക് സെറീനെ മാത്രം മതി. അവളെ കല്യാണം കഴിക്കാൻ ഞാൻ പണ്ടേ കൊതിച്ചതാ. ഇനി അഥവാ അവൾ അവന്റെ കൂടെ പോയാൽ അവനെ ഞാൻ കൊല്ലും, എന്നിട്ട് അവളെ ഞാൻ കെട്ടും. നിർത്തടാ, അതാണ് നിന്റെ ഉള്ളിലിരിപ്പല്ലേ? അത് നടക്കുന്ന് ഈ കിനാവ് കാണണ്ട. തള്ളേ, അതേ നടക്കൂ. ഈ തീരുമാനം നേരിട്ട് പറയാനാ ഞാൻ ഇത്രയും ദൂരം ബസ് കയറി വന്നത്. എന്നാ സമയം കളയാതെ അതേ ബസ്സിന് തന്നെ അങ്ങ് തിരിച്ചു വിട്ടോ. ഇതിനൊരു തീരുമാനം ആകുന്നത് വരെ ഐദർ ഇവിടെ ഇരിക്കും. ഈ വീട്ടിലെ തീരുമാനം ഞാൻ വേണ്ട, പറയണ്ട. ഗൃഹനാഥൻ വരട്ടെ. അങ്ങേരുടെ തീരുമാനം കൂടി എനിക്കറിയണം. കുടിയും കളിയായി നടക്കണത് എനക്ക് എന്റെ മോളെ വേണം അല്ലടാ. ഗ്രഹനാഥൻ സമ്മതിച്ചാലും ഈ റുക്കി അതിന് സമ്മതിക്കൂല. കുടിയും കളിയൊന്നും ഇല്ലാത്തവന് എന്തേ നിങ്ങളെ മോളെ വേണ്ടതായത്? ഇങ്ങളൊന്ന് ഇങ്ങോട്ട് വരി. എന്താ? നിങ്ങൾ വേഗം ചെന്ന് നജീബിനോട് സറീനാനെ കൂട്ടിക്കൊണ്ടു പോകാൻ പറയേ. ഇനി ആര് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. എല്ലാം കൈവിട്ടുപോയി. ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാം കഴിയും. അവനവന്റെ കർമ്മഫലം സ്വയം അനുഭവിക്കുക. എല്ലാം നിനക്ക് വിട്ടുന്നിരിക്കുന്നു. എന്താടാ നോക്കി പേടിപ്പിക്ക? അതിനാവട്ടടാ, ഓടേ.